നമ്മളിന്ന് എ ക്വസ്റ്റ്യൻ ഹോപ്പ് എന്നുള്ള ഒരു ചാപ്റ്റർ. ഇറ്റ്സ് എ ഡോക്യുമെൻ്ററി അബൌട്ട് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് ഇൻ മുനമ്പം ആൻഡ് അഴീക്കോട്. ഓക്കെ, കൊച്ചിയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള മുനമ്പം പോർട്ട്, അതുപോലെ തന്നെ അഴീക്കോട് ഈ മേഖല, സീ ഷോറുകളിൽ, ഓക്കെ, കടൽ തീരങ്ങളിൽ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഫിഷ് ക്യാച്ചിങ് ദ ഫിഷ്. അപ്പോൾ അവർക്ക് ഈ മോഡേണൈസേഷൻ്റെ വരവോടുകൂടി എന്തെങ്കിലും ഇടിവ് സംഭവിച്ചോ, അല്ലെങ്കിൽ അവരുടെ ട്രഡീഷണൽ വേ ഓഫ് ലൈഫിന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത്. അവരുടെ ഹാപ്പിനെസ്സിന് എന്തെങ്കിലും കോട്ടം തട്ടിയോ എന്നുള്ളത്. കാരണം മോഡേണൈസേഷൻ്റെ വരവോടുകൂടി കൂടുതൽ ഫൈബർ ബോട്ടുകളും അതുപോലെ തന്നെ വലിയ വലിയ ഇൻഡസ്ട്രിയലൈസേഷൻ മെക്കാനൈസ്ഡ് ആയിട്ടുള്ള തോണികൾ, അതുപോലെ തോണികളല്ല, പിന്നെ ബോട്ടുകളൊക്കെ, വലിയ വലിയ ബോട്ടുകൾ, ഇത് ശരിക്കും കടലിലെ ആവാസ വ്യവസ്ഥയെ തീർത്തും നശിപ്പിക്കുന്ന രീതി ഉള്ളതായിരുന്നു ശരിക്ക്. അപ്പോൾ അവർ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞത് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെയുള്ള ഒരു വേ ഓഫ് ലൈഫായിരുന്നു, വേ ഓഫ് ക്യാച്ചിങ് ദ ഫിഷ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ മോഡേണിറ്റിയോട് കൂടി അവരെന്ത് ചെയ്തു, കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ ഓവറായിട്ട് ഫിഷുകളെ ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഓവർ ഫിഷിംഗ് എന്നാണ് പറയാൻ. സോ അത് ഒരുപാട് കടലിനും അതുപോലെ തന്നെ കടലിലെ ആവാസ വ്യവസ്ഥക്കൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത്. സോ ഇവർക്ക് ജീവനാണ് ശരിക്ക് കടൽ എന്ന് പറയുന്നത്, ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഈ കുത്തക മുതലാളിമാർ അവർ മുതലാക്കുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു അവരെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. സോ ഇറ്റ്സ് എ മേജർ ഫിഷിംഗ് ഹാർബർ. ഫിഷിംഗ് ഹാർബറാണ്. There are ice manufacturing units and net repairing services with 50 boats. Almost 50 boats അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മത്സ്യങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഐസ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നെറ്റ് റിപ്പയറിംഗ് സർവീസസ്, മത്സ്യം പിടിക്കാൻ വേണ്ടിയുള്ള വലകൾ, റിപ്പയറിംഗ് സർവീസസ്, അതൊക്കെ അവിടെ ഉണ്ട്. Then technological advancement slightly hindered their traditional way of life. ടെക്നോളജി എന്ത് ചെയ്തു, അവരുടെ ട്രഡീഷണൽ വേ ഓഫ് ലൈഫിന് ഒരു കോട്ടം തട്ടിച്ചു എന്നുള്ളത്. ദ വ്യൂ സീ ആസ് നർച്ചറിങ് മദർ. കടലമ്മയായിട്ടാണ് ശരിക്ക് അവർ കടലിനെ കാണുന്നത്. കടലിനെ അത്രയും വാല്യബിൾ ആയിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. സോ അവരെ ജീവൻ അല്ലെങ്കിൽ ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടി, ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടി അവരെ സഹായിക്കുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരിടമായിട്ട്, ഒരു മദറായിട്ട് കടലിനെ കാണുന്നു. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യാറില്ല. പക്ഷെ മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് വന്നതോടുകൂടി അവർ ഫ്യൂവലുകൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, കടലിലേക്ക് ഒഴുകുന്നു. ഇതൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് ആഘാതങ്ങൾ. ദേ യൂസ് ട്രഡീഷണൽ വള്ളംസ് ആൻഡ് വഞ്ചീസ്. അവരെന്ത് ചെയ്യുന്നു, തോണികളൊക്കെ ഉപയോഗിക്കുന്നു. മെക്കാനൈസ്ഡ് ഫിഷിംഗ് ആൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻസ് നോ. പക്ഷേ ഇപ്പം എന്താണ്, മെക്കനൈസ്ഡ് ഫിഷിംഗ് ആണ്, അവർ യാന്ത്രികമായിട്ടുള്ള ഫിഷിംഗ് ആണ് പല ആളുകളും നടത്തുന്നത്. അവർ ഒക്കേഷണലായിട്ട് അവിടെ വരികയും ടൂർ പർപ്പസിന് വരികയും അവരെന്ത് ചെയ്യുന്നു, ഒരു ഇല്ലീഗൽ രീതിയിൽ ഫിഷിനെ പിടിക്കുന്നു. They are exploited by commercial enterprise that controls the modern fishing operations. അവരെന്ത് ചെയ്യുന്നു, ഒരു കുത്തക മുതലാളിമാരാണ് അവരെ പലപ്പോഴും ഭരിക്കുന്നത്. They receive minimum commissions. അവർ അഹോരാത്രം പണിയെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് കുറച്ച് ക്യാഷുകൾ മാത്രമാണ് കിട്ടും. വൈൽ മിഡിൽമാൻ പ്രോഫിറ്റ്സ്, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ പൈസ വിടുന്നു. റൈസിങ് ഫ്യൂവൽ കോസ്റ്റ് ആൻഡ് ഓവർ ഫിഷിംഗ് ആർ ത്രെഡ്സ് ടു ദം. അപ്പം കൂടുതൽ ഈ ഫ്യൂവലിൻ്റെ ബോട്ടുകൾക്കുള്ള കോസ്റ്റുകൾ വർദ്ധിക്കുക, അതുപോലെ തന്നെ ഓവർ ഫിഷിംഗ്, ഇതൊക്കെ അവർക്ക് നേടുന്ന ചില ഭീഷണികളാണ്. നൊമാഡിക് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് ഫ്രം കർണാടകയിൽ നിന്നൊരു വിഭാഗം ഫിഷർമാൻ ഇവിടെ വരുന്നുണ്ട്. ദേ യൂസ് വട്ടവഞ്ചി ആൻഡ് യുണീക്ക് ഫിഷിംഗ് നെറ്റ്സ്. അവരിവിടെ റെൻറ്റിന് താമസിക്കുകയും അവരെന്ത് ചെയ്യുന്നു, വട്ടവഞ്ചി എന്ന് പറയുന്ന ഒരു വഞ്ചി ഉപയോഗിക്കും. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഫിഷിംഗ് നെറ്റൊക്കെ അവർക്കുണ്ട്. സോ ഒരു ഗസ്റ്റുകളെ പോലെ അവർ ഇങ്ങോട്ട് വരുന്നു. ഡെസ്പൈറ്റ് മാർജിനലൈസേഷൻ ദേ കീപ് അൺബ്രേക്കബിൾ ബോണ്ട് വിത്ത് സീ. അവർക്ക് ഒരുപാട് ദുരന്തങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എങ്കിലും ഈ മുനമ്പം അഴീക്കോട് പ്രദേശത്തെ ആളുകൾക്ക്, പക്ഷേ അവർക്ക് എത്ര നഷ്ടം സംഭവിച്ചാലും, എത്ര മെക്കനൈസേഷൻ വന്നാലും കടലിനോടുള്ള ഒരു ഇഷ്ടം അവർക്ക് മനസ്സിലൊരിക്കലും കുറയുന്നില്ല. അവരുടെ ആൻസിസ്റ്റേഴ്സിനൊക്കെ നോക്കിയ, അവരുടെ പൂർവികരൊക്കെ നോക്കിയ ഒരു കടലിനെ എന്നും റെസ്പെക്റ്റോട് കൂടിയാണ് ഇവർ നോക്കിക്കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ട്രഡീഷണൽ വേ ഓഫ് ലൈഫ്, മോഡേൺ വേ ഓഫ് ലൈഫ് നമ്മളുടെ ഒരു വ്യത്യാസം. കടലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവർ, കടലിനെ സ്നേഹിക്കുന്നവർ, അതാണ് ഇതിൽ പറയുന്നത്.